നമ്മുടെ കർത്താവ് സ്നേഹവാനും കാരുണ്യവാനുമായതുകൊണ്ട് സൃഷ്ടിയെ നശിപ്പിക്കാതെ അവരെ രക്ഷിച്ച് തൻ്റെ രാജ്യത്തിലാക്കുവാനാണ് സാക്ഷാൽ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത്. അവനിൽ വിശ്വസിച്ച് അവിടുത്തെ കൽപ്പനകളെ അനുസരിക്കുന്നവർക്ക് അവിടുന്ന് പാപമോചനം നൽകും. പിന്നീട് പാപം ചെയ്യാതിരിക്കുവാനും അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ മേൽ എഴുതിയ കൽപ്പനകളെ അനുസരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാനും പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ സഹായിക്കും. പക്ഷേ അതിന് നമുക്ക് ആഗ്രഹം ഉണ്ടാവണമെന്ന് മാത്രം. നെഹമ്യാവ് പറഞ്ഞതുപോലെ അവൻ നമുക്ക് കാര്യം സാധിപ്പിച്ചു തരും. മകനെ, മകളെ, ഇതാകുന്നു വഴി, ഇതിലെ നടന്നുകൊള്ളുക എന്ന വാക്ക് കേൾക്കാതെ സൃഷ്ടിതാവിനെ തള്ളിക്കളഞ്ഞ ദൈവത്തോട് മത്സരിച്ച സാത്താനോട് ഇഷ്ടം കൂടിയാൽ നിത്യതയും ദൈവസാന്നിധ്യവും എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് ഓർക്കുക. കർത്താവ് ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ചത് അവിടുത്തെ ഇഷ്ടപ്രകാരമാണ്. ഒരു മാനുഫാക്ചറർ തൻ്റെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കുവാനാണ് ഏത് പ്രൊഡക്റ്റും മാനുഫാക്ചർ ചെയ്യുന്നത്. പ്രൊഡക്റ്റ് മാനുഫാക്ചറിനോട് ഒരിക്കലും എനിക്കിഷ്ടമുള്ള രീതിയിൽ ഫങ്ഷൻ ചെയ്യുമെന്ന് തിരിച്ചു പറയാറില്ല. പറഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുവാൻ മാനുഫാക്ചറിന് കഴിയും. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ എന്ന ഉദാഹരണത്തിലൂടെ വിശുദ്ധ വേദപുസ്തകവും ഈ ആശയം വ്യക്തമാക്കുന്നുണ്ട്. സകലത്തിൻ്റെയും കർത്താവും ന്യായാധിപതിയുമാകുന്ന നീ നിൻ്റെ തൃക്കൈകളാൽ മെനഞ്ഞുണ്ടാക്കിയ മണ്ണിനാൽ ദുഷിക്കപ്പെടുന്നത് ആകാശ സൈന്യങ്ങൾ കണ്ടപ്പോൾ മഹാവലിയ ഇളക്കം അവർക്കുണ്ടായി എന്ന ഹാസ്യാസന്ധ്യയിലെ പ്രാർത്ഥന സന്ദർഭികവും എത്രയോ അർത്ഥവത്തതുമാണ്. അവിടുന്ന് നമ്മെ മണ്ണുകൊണ്ട് മെനഞ്ഞ മൂക്കിൽ ജീവശ്വാസമൂതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. നാം ഇന്നും ശ്വസിക്കുന്ന ജീവവായുവും നാം ഭൂമിയിൽ അനുഭവിക്കുന്നതും ദൈവത്തിൻ്റെ കരുണയാൽ ലഭിച്ചതാണ്. ഒന്നും നമ്മുടെ കഴിവ് കൊണ്ട് നേടിയതല്ല. പാട്ടുകാരൻ പാടുന്നു, നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാം, നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. എന്നിട്ടും മണ്ണുകൊണ്ടുള്ളവരായ നാം മെനഞ്ഞവനോട് മത്സരിക്കുകയാണോ? മറ്റൊരു ലൂസിഫർ ആകുകയാണോ? ആലോചിക്കുക. സത്യദൈവത്തെ തള്ളിക്കളഞ്ഞ ലോകത്തിൻ്റെ പാപത്തിലൂടെ ഈ ലോക ജീവിതം ആസ്വദിച്ച് നമുക്ക് ജീവിക്കാം. പക്ഷേ നാം ലക്ഷ്യത്തിലെത്തില്ല എന്നോർക്കുക. മുകളിൽ ആകാശത്തിൽ നിന്നും താഴേക്ക് നോക്കിയാൽ മനസ്സിലാകുക നാം എത്ര നിസ്സാരരും ക്ഷണികരുമാണെന്ന്. ജീവിതത്തിൻ്റെ നശ്വരതയും സ്വർഗത്തിൻ്റെ അനശ്വരതയും നമ്മെ ചിന്തിപ്പിക്കട്ടെ, രൂപാന്തരപ്പെടുത്തട്ടെ. ഉയരപ്പെട്ടവൻ താണിറങ്ങി നമ്മിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. കൊടുക്കുമോ അവിടുത്തേക്കൊരു വാസസ്ഥാനം? അതെ, നമ്മുടെ ഹൃദയമാകുന്ന മന്ദിരം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.